നിന്റെ തലയിൽ കളിമണ്ണാ കമലെ. പുത്രസ്നേഹം കാരണം നിനക്ക് സത്യം പിടികിട്ടുന്നില്ല, അതാ കാര്യം. അച്ഛൻ പറഞ്ഞത് സത്യവാമേ, കേട്ടെടുത്തോളാം. ഇതൊരു ഗ്യാങ് വാർ ആണെന്ന് തോന്നുന്നു. അറിയാത്ത കാര്യത്തെ പറ്റി അഭിപ്രായം പറയാൻ നിൽക്കില്ല നന്ദിനി. എന്തായാലും ഇത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ഈ വീട്ടിലെ ആളുകൾക്ക് അവനെ പേടിച്ച് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നതെങ്കിൽ അത് അനുവദിക്കാൻ എനിക്ക് പറ്റില്ല. അമ്മേ, നിങ്ങളോട് സംസാരിച്ച ആള് വിക്രമിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞോ? കൂട്ടുകാരനാണെന്ന് പറഞ്ഞോ? അമ്മയ്ക്കൊരു ഓർമ്മയുണ്ടോ? ആ കുട്ടി വന്ന് വിക്രമിനോട് കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കണം, എന്തോ ആപത്ത് വരാനിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണാവോ ഈശ്വര കാണാനിരിക്കുന്നത്? അങ്ങനെ വന്ന് പറയണമെങ്കിൽ അത് വിക്രമിന്റെ ഗ്യാങ്ങിലുള്ള ആരോ ആയിരിക്കണം. അവനെ ലക്ഷ്യമിട്ട് നടക്കുന്ന എതിർ ഗ്യാങ്ങിലുള്ള ആരോ കറക്റ്റ് ടൈമിൽ വന്ന് അറ്റാക്ക് ചെയ്തു. അതാ ഞാൻ പറഞ്ഞത് ഗ്യാങ് വാറാന്ന്. ഇതേടെ, ഇത് നിസ്സാര കളിയൊന്നും അല്ല കേട്ടോ. രക്തരൂക്ഷിതമാകാൻ പോകുന്നു കാര്യങ്ങളൊക്കെ. ഒന്നും മിണ്ടാതിരിക്കുന്ന നന്ദിനി. അമ്മ പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. എനിക്ക് എന്റെ കാര്യം ഓർത്തിട്ട് പേടിയൊന്നുമില്ല മോളെ. അവൻ എന്തെങ്കിലും സംഭവിക്കുമെന്നാ? ഒന്നും ഉണ്ടാവില്ല, ഞാനല്ലേ പറയുന്നത്. അമ്മ അകത്തേക്ക് വന്നേ, കാലില് ഞാൻ കുഴമ്പിട്ട് തരാം. ഇനി അതുകൂടെ ചെയ്തിട്ട് ആ കാലുകൂടി നിലത്ത് കുത്താൻ പറ്റാതാക്കണ്ട. ഞങ്ങൾ ചെയ്തോളാം. വാമേ. നന്ദിനി, ഞാൻ തന്നെ ചെയ്തോളാം. ഇതത്ര വലിയ കുഴപ്പമൊന്നുമില്ല. വാ അമ്മ വാ. അതൊക്കെ അതൊക്കെ വാ. കാഞ്ഞിരന്തോട് പോലീസ് സ്റ്റേഷൻ SHO മുമ്പാകെ തോട്ടപ്പള്ളി കളരിക്കൽ വീട്ടിൽ സുധാകരൻ മാസ്റ്റർ ബോധിപ്പിക്കുന്ന സങ്കടഹർജി. സർ, എൻ്റെ മകൻ നാട്ടിലെ പേര് കേട്ട ഒരു തെമ്മാടിയും ഗുണ്ടയുമാണ്. അങ്ങയുടെ സ്റ്റേഷനിൽ തന്നെ അവനെ പ്രതി ധാരാളം കേസുകൾ വന്നിട്ടുള്ളത് അറിയാമല്ലോ. ഒരു അധ്യാപകനെന്ന നിലയിൽ എൻ്റെ സത്പേരിനെ നശിപ്പിക്കാനേ അവൻ്റെ പ്രവൃത്തികൾ സഹായിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അവൻ്റെ ചില പ്രവൃത്തികൾ കാരണം എനിക്കും ഭാര്യയ്ക്കും സ്വൈര്യമായി ജീവിക്കാൻ വയ്യ എന്നായിരിക്കുന്നു. ഈ അപേക്ഷ അങ്ങേക്ക് സമർപ്പിക്കുന്ന ദിവസം തന്നെ എൻ്റെ ഭാര്യയുടെ നേരെ അവൻ്റെ എതിർ സംഘത്തിൽപ്പെട്ട ചില ആളുകളുടെ ആക്രമണമുണ്ടായി. നടു റോഡിലിട്ട് എന്നെയും ഭാര്യയും അവൻ്റെ എതിരാളികൾ ഇല്ലാതാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിനുള്ള ഒരേ ഒരു പ്രതിവിധി എൻ്റെ മകനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്നത് മാത്രമാണ്. മകൻ മൂലം നാട്ടിൽ തലയുയർത്തി ജീവിക്കാൻ വയ്യാതായി പോയ ഒരു അച്ഛൻ്റെ സങ്കടഹർജിയായി കണ്ട് ഇതിന്മേൽ സത്വര നടപടി കൈക്കൊള്ളണമെന്നും എൻ്റെയും കുടുംബത്തിൻ്റെയും സമാധാനത്തോടെയുള്ള സ്വൈരജീവിതം ഉറപ്പുവരുത്തണമെന്നും അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് വിശ്വസ്തയോടെ കളരിക്കൽ സുധാകരൻ മാസ്റ്റർ. അളിയും വലിയ ആലോചനയിലാണല്ലോ. അവൻ ആലോചിക്കാൻ എന്തൊക്കെയുണ്ട്? പുതുമണവാളനല്ലേ? പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടും ആ കുട്ടിയെ കൊണ്ടൊരു ഹണിമൂൺ ട്രിപ്പിന് പോലും പോവാത്തത് വല്ലാതെ കഷ്ടം തന്നെ രായട്ടാ. സംശയമുണ്ടോ? ഈ ഊട്ടിയും കൊടൈക്കനാലൊന്നും പോയില്ലെങ്കിൽ വേണ്ട, തൊട്ടടുത്തല്ലേ കന്യാകുമാരി. അവിടെ പോയി ഉദയ അസ്തമയൊക്കെ കണ്ട് ആ വിവേകാനന്ദ പാറയിൽ ചുറ്റിത്തിരിഞ്ഞ് വരാല്ലോ, അല്ലേ? ഒരുമാതിരി ആളെ ഇളക്കുന്ന വർത്തമാനം പറയല്ലേ. എടാ, നീ ഒന്ന് ഇളകി കിട്ടാനാ ഞാനീ പറയുന്നേ. ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിങ്ങൾ രണ്ടുപേരും മാത്രം ആവുകയും ഈ കീരിയും പാമ്പും പോലെ അല്ലാതെ അല്പ സ്നേഹത്തോടെ പരസ്പരം നോക്കാൻ തുടങ്ങുകയും ചെയ്ത ഇത്തിരി ഇളക്കമൊക്കെ ആ കുട്ടിയുടെ ഉള്ളിലും ഉണ്ടാവും, അല്ലേ? അനിയൻകുട്ടാ, സംശയമുണ്ടോ? പിന്നെ മറ്റേ പാട്ടങ്ങൾ ഇട്ട് കൊടുത്താ പോരെ? ഏത് പാട്ട്? അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയത്തെ. അയ്യോ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അടിച്ച് പല്ലു ഒഴിക്കും ഞാൻ. നീ എന്തിനാടാ അവരുടെ മെക്കിട്ട് കയറുന്നേ? അവര് പറഞ്ഞാൽ എന്താ തെറ്റ്? നീ കാരണമല്ലേ വീടും വീട്ടുകാരെ ഉപേക്ഷിച്ച് അവൾ ഇറങ്ങി പോകുന്നത്. നിന്നെ ഇറക്കാനല്ലേ അവള് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങിയത്. അങ്ങനെയുള്ള ഒരുവളെ എത്ര കാലമെന്ന് വെച്ചിട്ടാ നീ ഇങ്ങനെ അകറ്റി നിർത്തി ജീവിക്കാൻ പോകുന്നത്? മനുഷ്യനായാലേ ഇത്തിരി മനുഷ്യത്വം വേണോടാ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? നീ ആ കുട്ടിയോട് ഇത്തിരി അടുപ്പവും സ്നേഹവും കാണിക്കണം. ആരോട്? അവളോട്? ആ വേതാളത്തോടോ? നിർത്തണ നിന്റെ വേതാളം വിളി. വേതാളമാണത്രേ. ആ കുട്ടി വേതാളത്തിന്റെ സ്വഭാവം കാണിച്ചിരുന്നെങ്കിലേ നീ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നില്ല. അപ്പോ അവള് നിങ്ങളെയും വിലക്കെടുത്തല്ലേ?
അതേടാ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവള് 10 ലക്ഷം വെച്ച് തന്നു. എന്തിനാന്നറിയോ? അവളോട് നീ ചിരിച്ച് സംസാരിക്കാൻ റെക്കമെൻഡ് ചെയ്യാനായിട്ട്. നീ ആ ഇൻസ്പെക്ടറുമായിട്ട് അടിയുണ്ടാക്കിയോ? എന്തിനാ വിക്രം ആവശ്യമില്ലാത്തതിന് പോയത്? അയാൾ വെറുതെ ഇരിക്കുന്നേ നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്തിനാ ആവശ്യമില്ലാതെ അതിലേക്ക് ഇടപെടുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. സാധാരണ നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലെ അല്ല ഇത്. പോലീസാണ് എതിരെയുള്ളത്. നീ സൂക്ഷിക്കണം. എന്താ ഞാൻ നാട് വിട്ടു പോണോ? അങ്ങനെയല്ല വിക്രം, ഞാൻ പറയുന്നത്. എപ്പോഴായാലും ഒരു തിരിച്ചടി പ്രതീക്ഷ തന്നെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അയാൾ നോക്കട്ടെ. അയാൾ തുടങ്ങിക്കഴിഞ്ഞു, പക്ഷേ നേരിട്ടല്ലെന്ന് മാത്രം. കവലയിലൊക്കെ സംസാരിപ്പ അതാ. മനസ്സിലായില്ല? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഇതിന്റെ പേരിലും ഇനി കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. വിക്രം, ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാ സംഭവം ഉണ്ടായത്. ആരോ ഒരാൾ വന്ന് നിങ്ങളെക്കുറിച്ച് സംസാരിച്ചു അത്രേ. വിക്രമിന്റെ ജീവൻ ആപത്തുണ്ടെന്നും ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറയണമെന്നും അയാൾ വന്ന് അച്ഛനോടും അമ്മയോടും പറയുന്ന സമയത്താണ് ബൈക്കിൽ വന്ന 2 പേര് ആക്രമിക്കാൻ നോക്കിയത്. അച്ഛൻ അമ്മയെ തള്ളി മാറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടു. വന്നയാളെ അമ്മ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. നിങ്ങളുടെ ഗുണ്ടാ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇവിടുത്തെ അച്ഛനെ അമ്മയെ അറിയോ? അത്തരക്കാരെ ആരെങ്കിലും കൂട്ടി നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. അച്ഛൻ വിളിച്ച് പറയാറുള്ളത് പോലെ എനിക്കങ്ങനെ ഈ ഗുണ്ടാ സംഘമായിട്ട് ബന്ധമൊന്നുമില്ല. ഹീറോയിസം കാണിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ചെന്ന് അടി ഉണ്ടാക്കണമല്ലോ, അല്ലേ? നിങ്ങൾ ആരാണെന്നാ നിങ്ങളുടെ വിചാരം? സിനിമയിലെ നായകനോ? ഉപദേശിക്കാനാണെങ്കിൽ നിർത്തടി. അതിനാണെങ്കിൽ എനിക്കിപ്പോ ഈ വീട്ടിൽ തന്നെ ആളുകൾ ധാരാളം ഉണ്ട്. എന്നിട്ടും നന്നാവുന്നില്ലല്ലോ. ഇത്രയും കാലം നിങ്ങൾ ചെയ്തു കൂട്ടിയതിനുള്ള തിരിച്ചടിയാ ഇപ്പൊ കിട്ടാൻ തുടങ്ങിയിരിക്കുന്നത്. അത് മനസ്സിലായോ? നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെ ഇല്ലാതാക്കാനൊന്നും അല്ല താല്പര്യം. അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഇരുട്ടിൽ ഒളിച്ചിരുന്ന് നിങ്ങളെങ്ങ അവസാനിപ്പിച്ചാ പോരെ? അവർക്ക് വേണ്ടത് അവരുടെ മുൻപിൽ നിങ്ങൾ ഒന്നും അല്ല എന്ന് തെളിയിക്കുകയാണ്. അതിനുവേണ്ടിയാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ വീട്ടുകാരെ ഇല്ലാതാക്കാൻ നോക്കുന്നത്. പകരം അവസരം നോക്കി തിരിച്ചടിക്കാൻ നിൽക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പകരം എന്ത് വേണം? അവര് കുടുംബത്തിനുള്ളിൽ കയറി ആക്രമിക്കും വരെ കാത്തിരിക്കണം. അതിനാണ് ഇവിടെ നിയമം ഉള്ളത്. നിങ്ങൾക്ക് തോന്നിയതുപോലെ കാണിക്കാനാണെങ്കിൽ ഈ നാട്ടിൽ ഒരു നീതി വ്യവസ്ഥ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. നട്ടലിന് ബലമുള്ള ആണുങ്ങൾ ചിലപ്പോ അതിനു വേണ്ടി കാത്തിരുന്നു വരില്ല. കൊള്ളാം. പക്ഷെ ഒന്നുണ്ട്, ഇനിയും പഴയ മട്ടിൽ തന്നെ പകരം ചോദിക്കാനും തിരിച്ചടിക്കാനും നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഈ വീട്ടിലെ ഓരോരുത്തരുമായിരിക്കും. ആണിന്റെ നട്ടലിന്റെ ബലം കാണിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ ജീവനും വിലയുണ്ടെന്ന് ഓർമ്മ വേണം. അമ്മ ഉണർന്ന ഞാനിങ്ങോട്ട് പറഞ്ഞയക്കാം. ഞാനൊരു കാര്യം പറയട്ടെ മാഷേ. ചിലപ്പോ മാഷിന് ഇഷ്ടാവില്ല, എന്നാലും പറയാതിരിക്കാൻ തോന്നണില്ല. എന്താ? ഇന്നൊരു നല്ല ദിവസമായിട്ട് മാഷ് ആ കുട്ടിയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഇന്നത്ര നല്ല ദിവസമാണെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിലോ? വെറുതെ തട്ടുത്തരം പറയാതെ മാഷേ. നമ്മൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേക്കും സദ്യ ഒരുക്കാന്ന് ആ കുട്ടി പറഞ്ഞത് നല്ല ഉദ്ദേശത്തിലാ. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളുടെ കണക്ക് മാഷ് പറഞ്ഞതുകൊണ്ടാ ആ കുട്ടി ചെലവ് സ്വന്തമായിട്ട് നടത്തിക്കോളാന്ന് പറഞ്ഞേ. അപ്പോഴേക്കും മാഷിനത് ഇൻസൾട്ടായിട്ട് തോന്നി. മാഷിന്റെ മുന്നിൽ കാശിന്റെ അഹങ്കാരം കാണിക്കാന്നൊന്നും ആ കുട്ടി കരുതിയിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും മാഷ് എന്തൊക്കെയാ പറഞ്ഞേ? അതങ്ങ് വീട്ടിൽ മതി, ഇവിടെ വേണ്ട. ഷോ, ഇങ്ങനെയുണ്ടോ ഒരു ദേഷ്യം? അതെ, ഞാൻ പറഞ്ഞു. അതിനിപ്പോ എന്ത് വേണം? ചെന്ന് ആ കുട്ടിയോട് തെറ്റും മാപ്പും പറയണോ?
മാഷെ ആളുകൾ കേക്കും. ആ തോന്നലുണ്ടെങ്കിൽ ഈ വക വർത്തമാനം വഴിവെച്ച് പറയാതിരിക്കണം. നിങ്ങൾക്കൊക്കെ അവളിപ്പോ ഈ വീട്ടിലൊരു അംഗമായി മാറിക്കഴിഞ്ഞു എന്ന് എനിക്കറിയാം. അവൻ വിളിച്ച് തിരിച്ചു വന്ന മരുമകളുടെ പൂർണ്ണ അവകാശത്തോടെ ജീവിക്കും എന്ന് വെല്ലുവിളിച്ച് തിരിച്ചെത്തിയതല്ലേ അവള്. മിടുക്കിയാണെന്ന് നിന്റെ മനസ്സ് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലേ കമല? ഞാൻ മാഷിനോട് തർക്കിക്കാനൊന്നും പറഞ്ഞല്ല. ഇന്ന് ആ കുട്ടി പറഞ്ഞതില് വെറും സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാഷിനത് മനസ്സിലായില്ലെന്ന് മാത്രം. ആ കുട്ടി സ്നേഹിച്ചോട്ടെ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തിരിച്ച് അതേ മട്ടിൽ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയ അത് ആ കുട്ടിക്ക് തന്നെ ബാധ്യതയാവും. ചിദംബരനാഥ ക്ഷേത്രം. വയ്യാത്ത സമയത്ത് എന്തിനാ കമല ഇത്രയും പടിക്കെട്ടുകൾ കയറുന്നത്? അപ്പുറത്തെ വഴിയിലോട് നേരെ അമ്പലത്തെ മുന്നിലെത്താലോ? ശ്രീമൂലസ്ഥാനത്തുള്ള ഗണപതിയെ തൊഴുതു വേണം മാഷെ മുകളിലേക്ക് ചെല്ലാൻ. അത്രയും ശക്തിയുള്ള പ്രതിഷ്ഠയാ. മനുഷ്യരുടെ അസുഖം ദൈവങ്ങൾക്ക് മനസ്സിലാവൂലേ? ഓ, ഒന്ന് മതിയാക്ക് മാഷെ, തർക്കിക്കാതെ വരൂ. ശരത്തെ പറയടാ. ആടാ, അവന്റെ അച്ഛനും അമ്മയും ചിദംബരനാഥ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. എന്താ വേണ്ടേ? ആ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഒന്ന് കയറാ ചക്ക. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കാനുണ്ട്. നീ അവരെ ഫോളോ ചെയ്യേ. കയറ വണ്ടിയിൽ. മാഷേ, ഞാനൊരു കാര്യം പറയട്ടെ. ചിലപ്പോ മാഷിന് ദേഷ്യം വരും. പക്ഷേ ഇത് നടന്ന മിക്കവാറും നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഈ പറ, ഏത് പുതിയ വഴിപാടാണ് ഞാൻ നടത്തേണ്ടത്? അയ്യോ, വഴിപാടൊന്നും അല്ല മാഷേ. ഇവിടെ നടക്കുന്ന ഒരു ചടങ്ങാ. അതിൽ നമ്മുടെ വിക്രമിനെയും വേദയും പങ്കെടുപ്പിക്കണം. അതിന് മാഷി സമ്മതിക്കണം. എല്ലാ മാസവും പൗർണമി നാളില് ഇവിടെ പള്ളിയറ പൂജയുണ്ട്. 12 പൂജയ്ക്ക് മുടങ്ങാതെ പങ്കെടുത്ത ദാമ്പത്യ കലഹം അടക്കം എല്ലാം ഒഴിഞ്ഞു പോകുന്നാ പറയാറ്. ഭാര്യ പറഞ്ഞത് അച്ചട്ട മാഷേ, വെറും പറിച്ചതല്ല, അനുഭവം ഉള്ളതാ. തിരുമേനി ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കൂ. ആൾക്കിതൊന്നും മനസ്സിലാവില്ല. പൗർണമി ദിവസം പരമേശ്വരനെയും ശ്രീ പാർവതിയെയും അത്താഴ പൂജ കഴിഞ്ഞ് പുറത്തേക്ക് ഒരുമിച്ച് എഴുന്നള്ളിച്ച് പള്ളിയറയിൽ കൊണ്ടുപോയി മഞ്ചലിൽ കിടത്തി പാലും പഴവും അർപ്പിച്ച് അറയ്ക്കകത്താക്കും. പിറ്റേന്ന് നിർമാല്യം തൊടുന്നത് പള്ളിയറയിൽ വെച്ചാണ്. ശിവപാർവതിമാർ ഒന്നിക്കുന്ന ആ ദിവസം ദമ്പതിമാർ വന്ന് അത്താഴപൂജയും പിറ്റേന്ന് നിർമാല്യവും തൊഴുതു മടങ്ങിയാൽ ഉറപ്പായും എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. എന്തിന്? 2 ധ്രുവങ്ങളിൽ ജീവിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം വരെ ഉണ്ടാവും. അതുറപ്പാ. ശരി തിരുമേനി, നമുക്ക് നോക്കാം. ദിവാകമലെ, എന്താ മാഷേ, വിശ്വാസം വരുന്നില്ലേ? നീ ഉദ്ദേശിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. വിക്രമിനെയും വേദയെയും ഇവിടെ കൊണ്ടുവന്ന് പള്ളിയറ പൂജ തൊഴിയിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല കമല. ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ഉള്ളിൽ സത്യം വേണം. നിന്റെ മകന്റെയും ആ പെൺകുട്ടിയുടെയും ബന്ധം സത്യമുള്ളതല്ല. സത്യമില്ലാത്തടത്ത് ദൈവം ഉണ്ടാവൂല. നീ വാ.
മാഷേ, നമ്മുടെ മോനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ, അപ്പോഴേക്കും എത്തി. അതാ മഹേശ്വരന്റെ ശക്തി. നീ എന്താടാ പതിവില്ലാതെ ഇവിടെ? നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. ഞാൻ കുളിച്ചിട്ടില്ല. എന്നിട്ടാണോ അമ്പലത്തിലേക്ക് വന്നേ? അകത്തോട്ട് കയറുന്നില്ലല്ലോ. നിങ്ങൾ ഈ ഓട്ടോയിൽ കയറി പോയാൽ മതി. ഇങ്ങോട്ട് വരാൻ വഴിയറിയാമെങ്കിൽ തിരിച്ചു പോകാനും ഞങ്ങൾക്ക് വഴിയറിയാം. ഈ പ്രായത്തിൽ ഇനി വഴിയൊന്നും പഠിപ്പിക്കണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഇന്നിനി ഈ ഓട്ടോയിൽ വന്നാൽ മതി. നിനക്ക് മനസ്സിലായില്ലേ കമലേ? ഈ ഓട്ടോ എന്നെയും നിന്നെയും സംരക്ഷിക്കാനായി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനിയിപ്പോ ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ എസ്കോർട്ട് വേണമെന്നായിരിക്കും. മക്കൾ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആവുമ്പോ സുരക്ഷാ ഭീഷണി മുൻനിർത്തി അച്ഛനമ്മമാർക്കും ആ പരിരക്ഷയൊക്കെ കിട്ടും. ഇതിപ്പോ അത്രയ്ക്കൊന്നും എത്തിയില്ലെങ്കിലും എനിക്കും നിനക്കും സംരക്ഷണം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അമ്പലം നടയിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കും മാഷേ. അമ്മ ഈ ഓട്ടോയിലോട്ട് കയറും. എന്തിന്? ഇന്നലെ സംഭവിച്ചതുപോലെ ആരെങ്കിലും വെട്ടിക്കൊല്ലുന്നു ഭയന്നിട്ടാണ്. മക്കൾ ദുർനടപ്പുകാരാകുമ്പോ അച്ഛനമ്മമാരുടെ ഗതി ചിലപ്പോ അതായി തീരും. തെരുവിലായാലും ചിലപ്പോ വീട്ടിലായാലും. ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഇനി ആരും നിങ്ങളെ ഉപദ്രവിക്കാനും പോകുന്നില്ല. അതിനെന്ത് വേണമെന്ന് എനിക്കറിയാം. അമ്മ ഇപ്പൊ ഈ ഓട്ടോയിൽ കയറും. എന്താ ഇതൊക്കെ? പുറത്തു വെച്ച് ആരും ഞങ്ങൾ എന്ത് ചെയ്യാനാ? അങ്ങനെ ഒരു ഭീഷണി ഉള്ളതുകൊണ്ടല്ലേ കമല ഇവൻ വണ്ടി വഴി ഇവിടെ വന്ന് നിൽക്കുന്നത്. വെറുതെ അമ്പലത്തിന് മുന്നിൽ വെച്ച് സംസാരിച്ച് ബഹളം വെക്കണ്ട. നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഞാൻ വന്നത് എന്റെ ഒരു സംശയം കൊണ്ട് മാത്രമാണ്. അമ്മ ഓട്ടോയിൽ കയറും. അച്ഛനോടും. എന്നിട്ട് നീ എങ്ങോട്ടാ? ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പറയുന്നത് കേക്കമ്മേ. വാ മാഷേ. ഇനി എന്തൊക്കെ കാണണം ഞാൻ. മിസ്സായല്ലോ. എന്തിനാ നീ ഇവിടെ തന്നെ നിൽക്കുന്നത്? അവൻ പുറകെ ഉണ്ടായിരുന്നാണല്ലോ, കാണുന്നില്ല. എന്നാ ഒരു കാര്യം ചെയ്യും. അമ്പലത്തിൽ നിന്ന് അകമ്പടി സേവിക്കാൻ അവൻ വന്നതുപോലെ നീ എന്നും അവനെ അകമ്പടി സേവിക്കും. നന്നാവുമോ എന്ന് നോക്കാൻ ഇനി ആ ഒരൊറ്റ മാർഗ്ഗമല്ലേ ബാക്കിയുള്ളൂ. ഇങ്ങോട്ട് കയറി വാ കമല. വെയിലുകൊണ്ട് വല്ലതും വരുത്തി വെക്കണ്ട. നിക്കവിടെ. ആരെങ്കിലും എന്നെ അച്ഛനെയും വഴിയിലിട്ട് വെട്ടിക്കൊല്ലുമെന്ന് പേടിച്ചിട്ടാണോ നീ അമ്പലത്തിലേക്ക് വന്നേ? സംശയമുണ്ടോ കമല? ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മുന്നിലും പിന്നിലും ഗുണ്ടകളുടെ അകമ്പടി വേണമായിരിക്കും. വയസ്സുകാലത്ത് സുധാകരൻ മാഷ്ക്കും ഭാര്യയ്ക്കും മകൻ നൽകിയ സമ്മാനം കണ്ടില്ലേ എന്ന് നാട്ടുകാർക്ക് അതിശയിക്കാലോ. ഇത്രയും കാലം സുധാകരൻ മാഷ് വഴി നടന്ന പോലെ തന്നെ ഇനിയും നടക്കും. അതിനൊരു തീർപ്പുണ്ടാക്കിയിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. മോനെ വിക്രം, നന്നാവൊന്ന് ഉറപ്പുള്ളവരോടെ ശകാരത്തിനും ഉപദേശത്തിനും നിൽക്കാവൂ. ചൊല്ലിക്കൊടു, നുള്ളിക്കൊടു, തല്ലിക്കൊടു, തള്ളിക്കളയെന്നാണ്. തള്ളിക്കളഞ്ഞ ഒന്നിനോട് വീണ്ടും നല്ല വാക്കോതിട്ട് ഒരു കാര്യമില്ല.